നമസ്കാരം. ഒരു 2 ദിവസം മുമ്പ് ഇന്റർനാഷണൽ മാധ്യമത്തിൽ നിന്ന് ഒരു വാർത്ത എറിഞ്ഞു. 2.5 മണിക്കൂറിലധികം ട്രംപും പുടിനും ഫോണിലൂടെ സംസാരിച്ചു. ആരാരെ വിളിച്ചെന്നറിയില്ല. എന്തിനാണ് വിളിച്ചതെന്ന് ക്ലിയർ അല്ലാത്തതുകൊണ്ട് ഒരു വാർത്ത ഇടാന്ന് വിചാരിച്ചു. പക്ഷെ ചില സൂചനകൾ നേരത്തെ ഉണ്ടായിരുന്നു. ഇതിന് തുടർച്ചയായി ഇന്നലെ നമ്മുടെ വ്ളാഡിമിർ സെലൻസ്കി ട്രംപിനെ കാണാൻ അമേരിക്കയിൽ വന്നു. സാധാരണ പോലെ അല്ല, കോട്ടൊക്കെ വൃത്തിയായിട്ടാണ് വന്നത്. അപ്പോ കോട്ടിട്ടില്ല എന്ന് പറഞ്ഞ് ട്രംപിന്റെ ചീത്തവടി കേൾക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാണ്. പക്ഷെ വന്നത് കുറച്ച് മിസൈൽസ് കൊണ്ടുപോകാനാണ്. ദീർഘദൂര മിസൈലുകൾ ഉദ്ദേശിച്ചാണ് വന്നത്. എന്റെ പേര് തമാശ, എന്റെ ഒരു തമാശയാണ്. അപ്പൊ അതവിടെ ഇരിക്കട്ടെ. വന്നു, പക്ഷേ ഒന്നും നടന്നില്ല. സാധാരണയിലും അധികം വരുന്ന തെറിവിളിയാണ് ട്രംപിന്റെ കയ്യിൽ കിട്ടിയത്. നല്ല തെറിവിളി, അട്ടഹാസം, അലർച്ച. അദ്ദേഹത്തിന്റെ മാപ്പ് എടുത്ത് മുഖത്തൂടെ എറിഞ്ഞു, ഉക്രൈന്റെ മാപ്പ്. എന്നിട്ട് ഇറങ്ങിപ്പോടാ എന്ന് പറഞ്ഞേക്ക് വിട്ടു എന്നാണ് അറിയുന്നത്. ഇന്റർനാഷണൽ മാധ്യമത്തിന്റെ മുമ്പേ ഒന്ന് സെലൻസ്കി കരഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും ട്രംപിന്റെ കാര്യം കഷ്ടം തന്നെ. ട്രംപിന്റെ അല്ല, സെലൻസ്കിയുടെ കാര്യം. ഞാൻ മുമ്പ് ഇതിനെക്കുറിച്ച് പലപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉക്രൈനിന്റെ അവസ്ഥ എന്താവും? ഉക്രൈനിന്റെ അവസ്ഥ എന്ന് പറയുന്നത് കുറെ അമേരിക്ക കൊണ്ടുപോകും, കുറച്ച് റഷ്യ കൊണ്ടുപോകും, ബാക്കി മിച്ചമുള്ളത് അങ്ങടി ഇങ്ങടി എന്ന് പറഞ്ഞവിടെ കിടക്കും. പക്ഷെ സെലൻസ്കിയുടെ പ്രശ്നം, സെലൻസ്കിക്ക് യുദ്ധം നിർത്താൻ പറ്റില്ല. സെലൻസ്കി എന്ന് യുദ്ധം നിർത്തുന്നോ അന്ന് സെലൻസ്കി പിന്നെ ഉക്രൈനിന്റെ ആരുമല്ലാതായി മാറും. കാരണം സെലൻസ്കി ഇപ്പോൾ അവിടെ ഒരു പ്രസിഡന്റ് പോലുമില്ല. അവർ ഇലക്ഷൻ നടത്തിയിട്ടില്ല. അപ്പോ യുദ്ധം അവസാനിപ്പിച്ചാൽ ഇലക്ഷൻ നടത്തേണ്ടി വരും. ഇലക്ഷൻ നടത്തിയാൽ സെലൻസ്കി പിന്നെ അവിടെയില്ല. അമേരിക്കയുടെ സൃഷ്ടിയാണ് ഈ കൊമേഡിയൻ സെലൻസ്കി. സെലൻസ്കിയെ അമേരിക്ക സൃഷ്ടിച്ചതാണ്. കൊമേഡിയനായിരുന്നു ടി വിയിലുമൊക്കെ. ഈ കോമഡിയനാണ് ഇപ്പൊ ജീവിതത്തിൽ നടക്കുന്നത്. ഇനി ഇതിന്റെ വിശദാംശങ്ങളിലോട്ട് പോകാം. കാര്യം, ഈ യുക്രൈനിന്റെ 20% വരുന്ന ഭാഗം റഷ്യക്ക് വേണമെന്നാണ് റഷ്യ നേരത്തെ അവകാശപ്പെട്ടത്. ആ ഭാഗത്തിലാണ് നമ്മുടെ ക്രൈമിയ വരുന്നത്. ഈ ക്രൈമിയ നേരത്തെ റഷ്യ പിടിച്ചടക്കിയിരുന്നു ഈ യുദ്ധത്തിന് മുന്നേ തന്നെ. ഇപ്പൊ റഷ്യയുടെ ആവശ്യം ഡൊണറ്റ്സ് ആൻഡ് ലുഹാൻസ് എന്നുള്ള 2 പ്രോവിൻസുകൾ. ഇതിനെല്ലാം കൂടെ ഒരുമിച്ച് പറയുന്ന പേരാണ് ഡോൺബാസ് എന്ന് പറയുന്ന സ്ഥലം. ഇതൊരു വളരെ വലിയൊരു സ്ഥലമാണ്. ഇത് പോർട്ട് ഏരിയ ആണ്. എന്ന് വെച്ചാൽ കടലുമായി ബന്ധപ്പെട്ട് എടുക്കുന്ന സ്ഥലമാണ്. റഷ്യക്ക് വളരെയധികം സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്ഥലമാണ് ഈ പറയുന്ന ഡോൺബാസ്. റഷ്യ ഇതിന്റെ ഏകദേശം കുറെ സ്ഥലമൊക്കെ പിടിച്ചെടുത്തു. ഏകദേശം ഒരു 80%-ലധികം എന്ന് പറയാം. ബാക്കി കുറച്ചും കൂടെ മിച്ചമുണ്ട്. അതും പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ റഷ്യ യഥാർത്ഥത്തിൽ ഈ ഡോൺബാസ് ഏരിയയാണ് റഷ്യ കണ്ണുവച്ചിട്ടുണ്ടായിരുന്നത്. അതുകൂടാതെ അവിടെയും ഇവിടെയും ചില പ്രോവിൻസുകൾ കൂടെ, ചില ഏരിയകൾ റഷ്യ പിടിച്ചെടുത്തു. കാര്യം, എന്തെങ്കിലും ഒരു ചർച്ച വരുമ്പോൾ അത് വിട്ടുകൊടുത്തിട്ട് ഇത് നിലനിർത്താം എന്ന് പറയുന്നൊരു ചിന്ത. ഇത് മുന്നേ എല്ലാവർക്കും മനസ്സിലായ കാര്യമാണ്. ഇന്നലെ നമ്മുടെ ട്രംപ് സെലൻസ്കി എടുത്ത് പറഞ്ഞ ഒരേ ഒരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നീ ഈ ഡോൺബാസ് അങ്ങ് കളയുക, വിട്ടുകളയുക, ഇനി അതിനെക്കുറിച്ച് ചിന്തിക്കരുത്. അവിടെ എവിടം വരെ നീ നിൽപ്പുണ്ടോ അവിടെ നിന്ന് തിരിഞ്ഞോടി, അവിടെ നിന്റെ അവസാനം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാര്യം, എവിടം വരെ നിങ്ങൾ എത്തിയോ അവിടം വരെ യുദ്ധം അവസാനിപ്പിക്കുക, ബാക്കിയുള്ളത് നമുക്ക് പിന്നെ ചർച്ചയിലൂടെ പരിഹരിക്കാം. അതുവരെ ഇപ്പൊ നിങ്ങളെ ടെറിട്ടറി ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം എന്നുള്ളൊരു വാചകമാണ് നമ്മുടെ ട്രംപ് സെലൻസ്കിയോട് പറഞ്ഞത്. സെലൻസ്കിക്ക് അത് ഒരിക്കലും പിന്നെ ഉൾക്കൊള്ളാൻ പറ്റില്ല. കാര്യം, സെലൻസ്കി ഈ വാഗ്ദാനമൊന്നും കൊടുത്തിട്ടില്ല. പാവപ്പെട്ട ഉക്രൈനികളെ കൊല്ലാൻ വേണ്ടി യുദ്ധം തുടങ്ങിയത്. ഇപ്പൊ ഒന്നും കിട്ടാത്തൊരവസ്ഥയായി. നാറ്റോയിൽ അംഗത്വം കിട്ടിയില്ല. എത്രയോ ആളുകൾ, ലക്ഷങ്ങളെന്ന് പറയുന്നു, മരിച്ചു. നഷ്ടം, നാശനഷ്ടം. പക്ഷേ സെലൻസ്കിയുടെ കയ്യിൽ നിന്ന് പൈസയും ചെലവായിട്ട്. കാര്യം, യൂറോപ്പും അമേരിക്കയ്ക്ക് ആയുധം കൊടുത്ത് സഹായിച്ചിരുന്നു. പുത്തിന് വലിയ നഷ്ടമൊന്നുമില്ല. പുത്തിന് കുറെ നാള് അമേരിക്കയുടെയും യൂറോപ്പിന്റെയും പൈസ നശിപ്പിക്കാൻ പറ്റി. അപ്പൊ ഇതൊരു വല്ലാത്തൊരു ഡിപ്ലോമാറ്റിക് അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ലെവലിലാണ് ഇപ്പൊ നിൽക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്ന ഓർമ്മ വരുന്നത് പഴയ യാൾട്ട കോൺഫറൻസിനെ കുറിച്ചിട്ടാണ്. 2ാം ലോക മഹായുദ്ധത്തിന് അവസാനത്തില് 45-ൽ നടത്തിയ യാൾട്ട. ഇത് ഈ ക്രൈമിയയിൽ വെച്ചാണ് നടന്നിരിക്കുന്നത്. അത് ഇതിന്റെ വേറെ തമാശയാണ്. അന്ന് പോളണ്ടിന് അനുഭവിക്കേണ്ടി വന്ന പ്രശ്നങ്ങൾ നമുക്കറിയാം. അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ അടുത്ത് നിന്ന് നമ്മൾ ചോദിക്കുമ്പോൾ പോളണ്ടിനെ കുറിച്ച് മിണ്ടരുത് എന്ന് പറയുന്നത്. അത് നമുക്ക് വേറൊരു വീഡിയോയിലാവാം. പക്ഷേ അതേ ഒരു അവസ്ഥ അന്നത്തെ പോളണ്ടാണ് ഇന്നത്തെ ഉക്രൈൻ. ആ അവസ്ഥയാണ് ഉക്രൈനിന് വരാൻ പോകുന്നത്. ഈ 2.5 മണിക്കൂർ ഫോൺ കോള് നമ്മുടെ ഡൊണാൾഡ് ട്രംപും പുടിനും കൂടെ സംസാരിക്കുമ്പോൾ അതിൽ വേറൊരു കാര്യം കൂടെ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിന് കാരണം നോർത്ത് കൊറിയയും ചൈനയുമാണ്. ഈ നോർത്ത് കൊറിയയ്ക്കും ചൈനയ്ക്കും റഷ്യയിൽ യഥേഷ്ടം അവരുടെ പൗരന്മാർക്ക് കയറാമെന്നുള്ളൊരു വിസ ഫ്രീ പോളിസി റഷ്യ എടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു തിക്താനുഭവം കൂടെ റഷ്യ ഈ സമയത്ത് അമേരിക്കയുമായി പങ്കിട്ടു. കാര്യം, റഷ്യ ഈ യുദ്ധത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നിൽക്കുന്ന സമയത്ത് റഷ്യയുടെ ഈസ്റ്റേൺ പ്രോവിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഫാർ ഈസ്റ്റ് ഫെഡറൽ ഡിസ്ട്രിക്ട്സ് എന്ന് പറയും. അത് പിന്നെ നമ്മുടെ ചൈനയുടെ ഒരു വാല് പോലെ, ചൈനയായിട്ട് വളരെയധികം ഒരു ബോർഡർ ഉണ്ട് റഷ്യക്ക്. പക്ഷെ ഇവിടെ ചൈനയും റഷ്യയും അതുപോലെ ബോർഡർ പങ്കിടുന്ന ഒരു സ്ഥലമാണ്. ഈ ഫാർ ഈസ്റ്റ് ഫെഡറൽ ഡിസ്ട്രിക്റ്റുകളിൽ ചൈനക്കാർ വളരെയധികമായി വന്ന് താമസിക്കുകയും തമ്പടിക്കുകയും സ്ഥലങ്ങളൊക്കെ വളരെ വില കുറഞ്ഞു കിട്ടി. അങ്ങനെയൊക്കെ വന്ന് താമസിക്കുകയും ചെയ്തു. അതിന് കൂടെ നോർത്ത് കൊറിയക്കാരും വന്ന് താമസിച്ചു.
ഇപ്പൊ സംഭവിച്ചത് അവിടെ റഷ്യക്കാരല്ല ചൈനക്കാരും നോർത്ത് കൊറിയക്കാരും മാത്രമുള്ളൂ എന്നുള്ളൊരവസ്ഥയിലാണ്. ഇതിപ്പോഴാണ് റഷ്യ എന്റെ അപകടം മനസ്സിലാക്കുന്നത്. അപ്പൊ റഷ്യക്ക് മനസ്സിലായി തന്റെ സുഹൃത്തായിരുന്ന ചൈന, അല്ലെങ്കിൽ തന്റെ സുഹൃത്ത് എന്നെന്നും പറയുന്ന ചൈന എപ്പോ വേണമെങ്കിലും ചതിക്കാം. നമ്മൾ ചൈന എന്ന് വിളിക്കുന്നതിന് മുമ്പ് ചതിന എന്ന് വിളിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ചൈന എപ്പോഴും ആരെയും ചതിക്കും. ഇന്ത്യയെ ചതിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ എല്ലാവരെയും ചതിക്കും. ഇപ്പൊ നോർത്ത് കൊറിയ കൂടെ നിൽക്കുന്നു, എപ്പോ ചതിക്കണമെങ്കിൽ അവനെയും ചതിക്കും. അപ്പൊ ചൈനയ്ക്ക് അവന്റെ നേട്ടം മാത്രമേ മനസ്സിലാവൂ. അപ്പൊ ചൈന ഇങ്ങനെ ഒരു ചതി നടത്തുന്നുണ്ടായിരുന്നു എന്ന് ഇപ്പൊ റഷ്യക്ക് പുടിന് മനസ്സിലായിരുന്നു. ചൈനയെ കുറച്ചൊന്ന് വരുതിക്കിരിക്കേണ്ട ആവശ്യമുണ്ടെന്നും റഷ്യക്ക് തോന്നി. അതുകൊണ്ടാണ് അമേരിക്കയുമായിട്ട് ഈ ഒരു സംഭാഷണം നടത്തിയതെന്നും കൂടെ ഒരു കരക്കമ്പി വരുന്നത്. അപ്പൊ ചൈനയുടെ ഒരു ചതി, നോർത്ത് കൊറിയയുടെ ഒരു ചതി, ഇതിനെങ്ങനെയെങ്കിലും ഒതുക്കണം. ഈ അടുത്ത് തന്നെ കോട്സ് മീറ്റിംഗ് നടക്കുന്നുണ്ട്. ഞാൻ ഇന്നലത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ മീറ്റിംഗിനകത്ത് പ്രധാനമായിട്ടും ഈ ഒരു വിഷയങ്ങൾ പൊന്തി വരാനുള്ള, ഈ വിഷയങ്ങൾ പൊന്തി വന്നില്ലെങ്കിലും ഇതിനെതിരായിട്ടുള്ള ചേരികൾ ബലപ്പെടാൻ സാധ്യതയുണ്ട്. നമ്മൾ ബ്രിക്സ് പറഞ്ഞു, പിന്നെ RIC റൈസ് പറഞ്ഞു. മനസ്സിലായില്ലേ? എനിക്ക് തോന്നുന്നത് ഈ ബ്രിക്സും റൈസും ഒക്കെ നമുക്ക് പറയാം. ബ്രിക്സ് ഓൾറെഡി ഉണ്ട്, റൈസ് നിലവിലില്ല, വാക്കിൽ മാത്രമേ ഉള്ളൂ. റൈസിന്റെ രണ്ടൊന്ന് മീറ്റിംഗ് ഒക്കെ നടന്നു എന്ന് പറയുന്നു. റഷ്യ, ഇന്ത്യ, ചൈനയാണ് റൈസ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇതിനൊക്കെ മുന്നേ എയർ എന്നുള്ളൊരു സംഘടന ഉണ്ടാവും. അമേരിക്ക, ഇന്ത്യ, റഷ്യ, AIR. അതിനുള്ള സാധ്യതകൾ വളരെ വലുതാണ് എന്ന് എനിക്ക് തോന്നുന്നു. എന്റെ അഭിപ്രായമാണ്. നന്ദി.